ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 മെയ് 17 വെള്ളിയാഴ്ച ഒരു വാരാന്ത്യമാണ്. കൂടാതെ ഇന്ന് 2 എക്സ്പയറി ഉള്ള ദിവസം കൂടിയാണ്. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പതിവ് പോലെ നമ്മുടെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ മാത്രമല്ല ശ്രമിക്കേണ്ടത്, നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാനാണ് ശ്രമിക്കേണ്ടത്. കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കിട്ടുന്നതാണ്. അടുത്ത പ്രാവശ്യം ലോസും വന്നേക്കാം, പ്രോഫിറ്റ് ഓർ ലോസ് അതിൽ ഏതായാലും നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. അതിനകത്ത് ഒരു കളക്ഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആയിരിക്കും സക്സസ്ഫുൾ ട്രേഡറിന് ഉണ്ടാവുക. അയാൾക്ക് ലോസ് വന്നിട്ടുണ്ടാവും, പക്ഷേ ആ ലോസൊക്കെ കഴിച്ചാലും അയാളുടെ കയ്യിൽ ഒരു കളക്ഷൻ ഓഫ് ചെറിയ ചെറിയ പ്രോഫിറ്റിൻ്റെ ഒരു കളക്ഷൻ ആയിരിക്കും. കൂടാതെ അയാൾ മുന്നോട്ട് പോകുന്നത് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കായിരിക്കും. ഇതാണ് ഒരു സക്സസ്ഫുൾ ട്രേഡറിന് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്. അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് വേവലാതിപ്പെടാതെ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ്. 20 മെയ് 20 തിങ്കളാഴ്ച മഹാരാഷ്ട്രയിൽ എലക്ഷൻസ് നടക്കുന്നത് കൊണ്ടാണ് ഹോളിഡേ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ എക്സ്പയറി, തിങ്കളാഴ്ചത്തെ മിഡ് ക്യാപ് സെലക്ട് എന്ന എക്സ്പയറി ഇന്നത്തേക്ക് വെള്ളിയാഴ്ചത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്ന് നമുക്ക് 2 എക്സ്പയറി ട്രേഡുകൾ നോക്കാനുണ്ട്. ദെൻ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഡോ ജോൺസ് ആദ്യമായിട്ട് 40,000 എന്ന ഒരു മൈൽ സ്റ്റോൺ കടന്നിരിക്കുന്നു. അപ്പോൾ ഫെഡ് റേറ്റ് കട്ട് വരും എന്ന ശക്തമായ പ്രതീക്ഷയിൽ US മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡോ ജോൺസ് 40,000 കടന്നിരിക്കുകയാണ്. ഇന്ന് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രധാനമായിട്ടും ഇൻട്രാഡേ ട്രേഡിംഗ് സ്റ്റോക്കിൽ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന 3-4 സ്റ്റോക്കുകളാണ്. ജിന്താൽ സോ, ബയോകോൺ, സീൽ, വോഡാഫോൺ ഐഡിയ, ഇത്രയും സ്റ്റോക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദെൻ വോഡാഫോൺ ഐഡിയയുടെ Q4 റിസൾട്ട്സിൽ നെറ്റ് ലോസ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. 7,674 കോടിയുടെ നഷ്ടമാണ് വോഡാഫോൺ ഐഡിയക്ക് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 6,418 കോടിയായിരുന്നു. നല്ല രീതിയിൽ നഷ്ടം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ വേദാന്ത അവരുടെ കടങ്ങൾ കുറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്തിട്ട് കടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ദെൻ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും അതിൽ US മാർക്കറ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു ബൂമിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇൻഫിബീം അവന്യൂസ് 28% പ്രോഫിറ്റ് റൈസാണ് Q4 റിസൾട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോൺകറിൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 5.5% വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല അവർ ₹2.50 ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദെൻ കിംസ് ഹോസ്പിറ്റൽ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 29% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അത് കിംസ് ഹോൾഡ് ചെയ്യുന്നവർക്കൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. ബയോകോൺ നെറ്റ് പ്രോഫിറ്റ് 56% ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഇന്നലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ഷെയർ 11% പറന്നുപോയത്. Q4 നെറ്റ് പ്രോഫിറ്റിൽ 52% ഒരു റൈസാണ് ഉണ്ടായ, ഒരു വർധനമാണ് രേഖപ്പെടുത്തിയത്. 52 വീക്സ് ഹൈയിൽ ഒരു പുതിയ 52 വീക്സ് ഹൈയിലേക്ക് വന്നിരിക്കുകയാണ്. ദെൻ എന്താ പറയുക, ഇന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇതിൽ വീണ്ടും ഉൾപ്പെടുത്തിയത്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ന്യൂസിൽ വരുന്ന കമ്പനി നെയിംസ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ന്യൂസ് കളക്ട് ചെയ്ത് വരുന്നതിലുണ്ടായിരുന്ന ആ ഓർഡറിലുണ്ടായിരുന്ന ഒരു അബദ്ധമാണ്. തീർച്ചയായിട്ടും ഇനി അങ്ങനെ സംഭവിക്കില്ല. ഫ്രഷ് ന്യൂസ് തന്നെ ഓരോ ന്യൂസിലും വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ദെൻ ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഫേം സോഹോ എന്ന് പറയുന്ന കമ്പനി അവർ ചിപ്പ് മേക്കിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. $700 മില്യൺ ഗവൺമെൻറ് സഹായത്തോടു കൂടിയാണ് അവർ ഇന്ത്യയിൽ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വളരെ പോസിറ്റീവായൊരു ന്യൂസുമാണ് നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം. റിലയൻസ് റീറ്റെയിൽ UK പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡായ അസോസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ വിതരണവും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ റിലയൻസ് റീറ്റെയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്.
ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും പിൻവലിക്കപ്പെടുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്ന് ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോൾ പല അനലിസ്റ്റുകളുടെയും റിപ്പോർട്ട് കണ്ടത് അതെല്ലാം പോകുന്നത് ചൈനയിലേക്കാണ്. ചൈനയിൽ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ ഇലക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റ് സ്റ്റേബിൾ ആവുന്ന മൊമെന്റിൽ ആ പണമൊക്കെ തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യും. തീർച്ചയായിട്ടും ഏതൊരു ഇൻവെസ്റ്റർ ആയാലും അവർ പ്രോഫിറ്റ് മാത്രമാണ് നോക്കുന്നത്. സോ അവർക്ക് പേഴ്സണൽ സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം കിട്ടുമോ അവരവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും എന്നേ ഉള്ളൂ. ദെൻ ഇന്നലെ അതേപോലെ തന്നെ അശോക് ലെയ്ലാൻഡിന്റെ ഷെയർ 52 വീക്സ് ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഒബ്രോയ് റിയാലിറ്റി ഇന്നലെ എന്താ പറയുക 4ാം ദിവസവും ഒരു റാലി രേഖപ്പെടുത്തി 52 വീക്സ് ഓൾ ടൈം ഹൈയിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് ഒബ്രോയ് റിയാലിറ്റി. സോ ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഫ്രഷ് ന്യൂസ് ആയിട്ട് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഉറപ്പാണ് ഇതിനകത്ത് ഇന്നലത്തെ ന്യൂസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഓവർലാപ്പ് ചെയ്ത് കയറി വന്നിട്ടുണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ വീഡിയോ മുഴുവൻ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകും. സോ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക, ജസ്റ്റ് താഴെ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ട് വീണ്ടും തിരിച്ചു വരിക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയർലി US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് റെഡിലാണ്. പക്ഷെ മൈനർ ചെറിയ രീതിയിലാണ്. ഡോ ജോൺസ് 38 പോയിന്റ് റെഡിലാണ്, S&P 500 11 പോയിന്റാണ്, നസ്ദാക്ക് 44 പോയിന്റാണ്. ഡോ ജോൺസ് 40,000 ടച്ച് ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നിക്കി ആണെങ്കിൽ 305 പോയിന്റ് നെഗറ്റീവിലാണ്. ഹാങ്സങ് 302 പോയിന്റ് പോസിറ്റീവിലാണ്. ഷങ്കായ് കമ്പോസിറ്റ് അതേപോലെ STI ഇതൊക്കെ ജസ്റ്റ് ഗ്രീനിലേക്ക് കയറി വന്നതേ ഉള്ളൂ. കോസ്പി 10 പോയിന്റ് റെഡിലാണ്. ദെൻ ഇന്ത്യൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,460 ഇന്ന് ഓപ്പൺ ആയത് 9 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 22,469 ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 22,480 അതേപോലെ ഡേ ലോ എന്ന് പറയുന്നത് 465 കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,478 അതായത് ഓപ്പൺ ചെയ്ത സ്ഥലത്തു നിന്നും 9 പോയിന്റ് മുകളിലായിട്ട്. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് കിട്ടി, ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, അവിടെ നിന്ന് അത്ര തന്നെ മുകളിലോട്ട് കയറി നിൽക്കുകയാണ് മാർക്കറ്റ്. ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ രീതിയിൽ തന്നെ ഒന്നുകിലൊരു ഫ്ലാറ്റ് ഓപ്പണിങ്, ദെൻ ഒരു ചെറിയ മൂവ്മെന്റ്. കാരണം ഇന്നലെ അത്യാവശ്യം നല്ല ഒരു മൂവ്മെന്റ് വി ഷേപ്പ് മൂവ്മെന്റ് കൊടുത്തിരുന്നു. സോ ഇന്ന് അത്രയും മൂവ്മെന്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നടക്കാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA ബേക്കർ ഹ്യൂഗ്സ് ഓയിൽ റിഗ് കൗണ്ട്, കാനഡ ന്യൂ ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ്, ഇന്ത്യ ബാങ്ക് ലോൺ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഡിപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ ഡാറ്റ വരുന്നത് ഇന്നതാണ്, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഫൈനൽ, ചൈന FDI ഇയർ ഓൺ ഇയർ, ചൈന ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ചൈന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ചൈന റീറ്റെയിൽ സെയിൽസ്, ഒരുപാട് ചൈനീസ് ഇവൻറ്റ്സും US ഇവൻറ്റ്സ് ഒക്കെയാണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള 3 ഇവൻറ്റുകളുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ ഡാറ്റ ഇന്നാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ പ്രധാനപ്പെട്ടത് നോക്കുകയാണെങ്കിൽ ആസ്ട്ര ലിമിറ്റഡ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഡെലിവറി, ബന്ധൻ ബാങ്ക്, അംപർ, ഭാരത് ബിജ്ലി, ബൽറാംപൂർ ചിനി മിൽസ്, സെൻട്രം ക്യാപിറ്റൽ, അതുൽ ഓട്ടോ, സി എന്റർടൈൻമെന്റ്സ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, NHPC, 20 മൈക്രോൺ, ഫിനിക്സ് മിൽസ്, ഫൈസർ, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ടേസ്റ്റി ബൈറ്റ് ഈറ്റബിൾസ്, കോസ്മോ ഫെറൈറ്റ്സ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, കിർലോസ്കർ ഫെറോസ് ആൻഡ് ഇൻഡസ്ട്രീസ്, LT ഫുഡ്സ്. ഇത്രയും കമ്പനികളാണ് പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. 200-ലധികം കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ഏകദേശം 12ഓളം കമ്പനികളുണ്ട്. ബാലറാം ചിനി പതിവ് പോലെ ഇന്നും അത് F&O ബാനിലാണ്. ബയോകോൺ, ബന്ധൻ ബാങ്ക്, ഗ്രാനൂൾസ്, ബി സോഫ്റ്റ്, GMR ഇൻഫ്ര, ഹിൻകോപ്പർ, ഐഡിയ, ഇന്ത്യ സിമെന്റ്, PEL, സെയിൽ, സീൽ. ഇത്രയും കമ്പനികളാണ് F&O ബാനിൽ വന്നിരിക്കുന്നത്. സോ ഇത് ട്രേഡ് ചെയ്യുന്ന F&O ബാൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ട്രേഡിംഗ് ആയിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല.
ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16,603 കോടിയുടെ ബൈങ്ങും 17,380 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 776 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 14,907 കോടിയുടെ ബൈങ്ങും 12,779 കോടിയുടെ സെല്ലിംഗുമാണ് നടത്തിയത്. ഇതുവഴി 2,127 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 1,351 കോടി രൂപ നിക്ഷേപം നടത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 37,149 കോടിയുടെ പിൻവലിക്കലാണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 32,416 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയുകയാണെങ്കിൽ 4,732 കോടി രൂപയുടെ പിൻവലിക്കൽ ലാഭമെടുപ്പ് നടത്തിയതായിട്ടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഡാറ്റയൊന്നും രാവിലെ ആവശ്യമില്ല, ഇന്നലത്തെ ജസ്റ്റ് ഒരു ഗ്ലാൻസ് മാത്രം മതി എന്നുള്ളത്. തീർച്ചയായിട്ടും നിഫ്റ്റി ഇന്നലെ 22,319 ഓപ്പൺ ആയിട്ട് 84 പോയിന്റ് ലാഭത്തിൽ 22,404 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 158 പോയിന്റിന്റെ നഷ്ടമാണ്. അതേപോലെ മെയ് മാസത്തിൽ 164 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സിംപ്ലി നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇന്ന് ഇന്ത്യ വീക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 20-ലാണ്. സോ നല്ലൊരു വോളാറ്റിലൈൽ മാർക്കറ്റാണ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.17 ആയി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ ഇത് 0.9 താഴെയായിരുന്നു. ഒറ്റ ദിവസം കയറി നിന്നതുകൊണ്ട് മാർക്കറ്റ് കത്തി കയറും എന്ന് ചിന്തിക്കേണ്ട. എങ്കിൽ കൂടി ഇതൊരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 23,000-ലാണ്. 62 ലക്ഷം കോളാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ളത് 22,000-ലാണ്. അവിടെ 68 ലക്ഷം പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ രീതിയിൽ നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. നിഫ്റ്റി ബാങ്ക് ഇന്നലെ 31 പോയിന്റിന്റെ ലാഭമാണ് ഉണ്ടാക്കിയത്. ഫിൻ നിഫ്റ്റിയിൽ 108 പോയിന്റിന്റെ ലാഭം ഉണ്ടായി. സെൻസെക്സിൽ 325 പോയിന്റിന്റെ ഗെയിനാണ് ഉണ്ടാക്കിയത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 62 പോയിന്റിന്റെ ഗെയിനാണ് ഇന്നലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് 2 എക്സ്പയറി ട്രേഡുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് സെൻസെക്സ്, മറ്റൊന്ന് മിഡ് ക്യാപ്പ്. തിങ്കളാഴ്ച അവധിയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് 2 എക്സ്പയറികളാണ് വന്നിരിക്കുന്നത്. സെൻസെക്സിന്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുക, അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ മന്ത്ലി CPR കട്ട് ചെയ്ത് ടോപ്പ് CPRൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മുടെ മന്ത്ലി എന്താ പറയുക നോട്ട്രേറ്റ് സോൺ, റാസ് ലെവൽസിന്റെ നോട്ട്രേറ്റ് സോൺ ഉള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഇന്നൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ നോട്ട്രേറ്റ് സോണിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറാൻ സാധിക്കും. ഇനിയൊരു നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മന്ത്ലി ടൈം ഫ്രെയിമിൽ ഇവിടെ വെച്ചിട്ട് ഡയറക്റ്റ് താഴോട്ട് ഇറങ്ങി വരാനും മതി കേട്ടോ. ഈ ഒരു പോക്ക് താഴോട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈയിൽ ഓപ്പൺ ആയിട്ട് നേരെ ഒറ്റയടിക്ക് താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയരുത്. ഇനി നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റാസ് ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ സിംപ്ലി റാസ് ലെവൽസ് എന്ത് പറയുന്നു എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും. ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു അപ്പർ മൂവ്മെന്റ് തരും എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. ഇനി ഓപ്പണിങ്ങിന്റെ അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ്മെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് മോസ്റ്റ് പ്രോബബ്ലി സംഭവിക്കാൻ സാധ്യതയുള്ള റാസ് ലെവൽസിന്റെയും CPRന്റെയും കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ അപ്പ് ഡൗൺ 2 സൈഡിലേക്കുള്ള മൂവ്മെന്റിനും സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു രീതിയിലുള്ള മൂവ്മെന്റിനായിരിക്കും സാധ്യത. ഈ ഒരു അല്ലെങ്കിൽ ഇതിന് മറ്റൊരു സാധ്യത ഉള്ളത് എക്സ്ട്രീം നാരോ റേഞ്ച് ട്രേഡുകൾ. കാരണം CPRന്റെ നോട്ട്രേറ്റ് സോണിന്റെ സെൻറ്ററിലാണ് സെൻട്രൽ CPR ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 സാധ്യതകൾ നിങ്ങൾ മനസ്സിൽ കണക്കൂടണം. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരല്പം വൈഡായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവും. എന്നാലും ഇന്നലത്തെ പോലെയുള്ള വലിയ മൂവ്മെന്റ് അല്ലെങ്കിൽ അത്രയും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂവ്മെന്റ് ഇന്ന് കിട്ടുന്ന തോന്നുന്നില്ല. നോക്കാം. എന്തായാലും മാർക്കറ്റാണ്, എങ്ങോട്ടും എന്തും സംഭവിക്കാം, മാജിക് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് മാർക്കറ്റ്. സോ ഇൻ കേസ് ഇന്നത്തെ ഒരു ഹൈ വരാൻ സാധ്യതയുള്ളത് 74,438 74,500 ലെവലിലേക്ക് വരുന്ന ആ ഒരു സ്ഥലമാണ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് പോകുന്നത്. ഇനി ലോവർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 72,889 ലോവർ സൈഡിൽ സപ്പോർട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവം 73,500 എന്ന ഒരു മാജിക്കൽ നമ്പർ ഇവിടെ വരുന്നുണ്ട്. 73,500 എന്ന് പറയുന്നത് CPRന്റെ മുകളിലായിട്ടാണ്. ജസ്റ്റ് CPR കട്ട് ചെയ്തിട്ട്
ഈ ഒരു ഏരിയയിലാണ് 73,500 വരുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്ട്രീം നാരോ റേഞ്ച് മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം. ഈ ഒരു സോൺ 73,619 മുതൽ 73,489 വരെയുള്ള ഈ ഒരു സോണിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി, ഇതിന്റെ മുകളിലോ താഴെയോ ആയിരിക്കും ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഇതിനകത്ത് മാർക്കറ്റ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എൻട്രി എടുക്കാതിരിക്കുക. ഇന്നത്തെ ഒരു നോ ട്രേഡ് സോണായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത് ഇത്രയും വൈഡായിട്ടില്ല. ഈ CPR മുതൽ ടോപ്പ് CPR വരെയുള്ള അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ് കാണുന്ന ഈ 73,619 മുതൽ ഉള്ള ആ ഒരു സോണായിട്ടാണ് നിങ്ങൾ പ്രധാനമായിട്ടും കണക്ക് കൂട്ടേണ്ടത്. ദെൻ മുകളിലോട്ട് പോവുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ലെവല് 74,438 അതേപോലെ ഇന്നലത്തെ ഡേ ഹൈ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ എന്താ പറയുക 72,889. ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ഡയറക്ഷൻ്റെ കാര്യം പറഞ്ഞു, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ മാത്രം ഇല്ല. കാരണം ഒന്നുകിൽ ഇന്ന് മാർക്കറ്റിൽ ഒരു നാരോ റേഞ്ച് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും, അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്നലെ ഇത്രയും വലിയൊരു മൂവ്മെന്റ് നമുക്ക് തന്നിട്ട് അത്യാവശ്യം 100% ആൾക്കാർ അത്യാവശ്യം ആൾക്കാരും 100% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ മാർക്കറ്റ് ചിലപ്പോൾ ഡള്ളാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും സെൻസെക്സ് അവിടെ വെക്കട്ടെ. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിൻ്റെ ഒരു മന്ത്ലി വ്യൂ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർ ബുള്ളിഷ് ആയിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഫർദർ ഈ മാസത്തെ ടാർഗറ്റായ 11,444 സെൻസെക്സ് മിഡ് ക്യാപ്പ് ഇന്ന് യാത്ര ചെയ്യേണ്ടത്. എനിക്ക് കുറച്ചുകൂടെ പ്രോമിസിംഗ് ആയിട്ട്, സെൻസെക്സിനേക്കാൾ കൂടുതൽ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത് മിഡ് ക്യാപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ സെൻസെക്സിൽ അധികം ഒന്നും പറയാതെ ഇതിലേക്ക് നേരെ ചാടി വന്നത്. നല്ല രീതിയിൽ ക്ലിയർ ബുള്ളിഷ് മാർക്കറ്റ് ആയിട്ടാണ് മിഡ് ക്യാപ്പ്, എനിക്ക് പേര് തെറ്റി പോകുന്നുണ്ട്, മിഡ് ക്യാപ്പ് വരുന്നത്. സോ ഇന്നത്തെ ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മൂവ്മെന്റ് ഇത് ടച്ച് ചെയ്യുക ഇന്നോ നാളെയോ ആയിട്ട് ബൈ മൺഡേ ഓർ ആകുമ്പോഴത്തേനും 11,446 ടച്ച് ചെയ്യുക എന്നുള്ളത്. അതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവില്ല എന്നൊരു അർത്ഥമൊന്നുമില്ല. ടാർഗറ്റ് റാസ് ലെവൽസിന്റെ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതാണ് എൻ്റെ മുന്നിലുള്ള ഒരു ടാസ്ക്. സോ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇന്നലത്തെ റാസ് ലെവൽസിന്റെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ. അതേപോലെ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു അപ്പ് മൂവ്മെന്റ് മാർക്കറ്റിൽ കിട്ടും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി സെക്കൻഡ് തിങ്, ഓപ്പണിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻട്രൽ CPRും ടോപ്പ് CPRും നോ ട്രേഡ് സോണിന്റെ മുകളിലായിട്ട് കയറി നിൽക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഈ CPRന്റെ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഓപ്പണിംഗ് കിട്ടുക. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവും. ഇതായിരിക്കണം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു മൂവ്മെന്റ്. സോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് കേട്ടോ, അത് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും. ഇന്നത്തെ ഡേ ഹൈ വരാൻ സാധ്യതയുള്ള 11,400 അല്ലെങ്കിൽ 11,395 ടു ബി പ്രിസൈസ് ആണെങ്കിൽ 11,395 വരെ ഹൈ പോകണം. ഒരു റെയർ കേസിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ന്യൂസൊക്കെ വന്ന് പൊട്ടുകയാണെങ്കിൽ 11,158 വരെയും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു നോർമൽ കേസാണ്. റെയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഇവിടെ 11,436 വരെ ഇവിടെ വരെ മാർക്കറ്റ് കയറിപ്പോയേക്കാം. ഇനി മാർക്കറ്റ് അതേപോലെ വലിയൊരു സംഭവം വന്ന് പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം റേഞ്ച് എന്ന് പറഞ്ഞാൽ 11,046 വരെയും പൊട്ടിയിറങ്ങാനും സാധ്യതയുണ്ട്. അത് റെയർ കേസാണ്, അങ്ങനെ സംഭവിക്കാറില്ല. ഈ മഞ്ഞ വരകൾ ഇട്ടതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് സംഭവിക്കാറില്ല. ഇതുവരെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ടെക്നിക്കൽസ് ഒന്നും നോക്കില്ല, ഇടിഞ്ഞു താഴോട്ട് പോകും. സോ ഇതാണ് എൻ്റെ ഒരു വ്യൂ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നോ ട്രേഡ് സോണിൻ്റെ അതേപോലെ CPRന്റെ ഈ ഒരു സോൺ നിങ്ങൾ യെസ്റ്റർഡേ ഹൈ ഒക്കെ ഒന്നിച്ച് വരുന്ന ആ ഒരു സോൺ 11,290 മുതൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 11,245 വരെയുള്ള 45 പോയിന്റിന്റെ ഒരു സോൺ ഇവിടെ നിങ്ങൾ നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇതിനകത്ത് എൻട്രിയും വേണ്ട, എക്സിറ്റ് കുഴപ്പമില്ല. ഇതിനകത്ത് ഫ്രഷ് എൻട്രി എടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് 300 മുതൽ 245 അല്ലെങ്കിൽ 11,290 മുതൽ 11,245 വരെയുള്ള
ആ ഒരു സോൺ 11,245 വരെയുള്ള ആ സോൺ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് ഇൻ കേസ് ഇവിടെ വന്ന് മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സോണാണ് 11,181 മുതൽ 11,158 വരെയുള്ള 22 പോയിന്റിന്റെ ഒരു സോൺ. ഇവിടെ മാർക്കറ്റ് എങ്ങനെ ഇറങ്ങിയാലും ഇതിന്റെ ഫർദർ താഴോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് മാർക്കറ്റ് ഇറങ്ങാൻ തന്നെ സാധ്യതയില്ല എങ്കിൽ കൂടി ഈ ഒരു സോണിൽ നല്ല സ്ട്രോങ് സപ്പോർട്ട് കിട്ടിയിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു പോകുക തന്നെ ചെയ്യും. ഈ 11,181ന്റെയും 11,158ന്റെയും ഇടയിലുള്ള ഈ സോണിൽ വെച്ച് മാർക്കറ്റിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് പോകും. ഇതാണ് ഒരു വ്യൂ. ദെൻ ഒരു ടോപ്പ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ മുകളിലോട്ട് കയറി പോകുന്ന മാർക്കറ്റ് നോർമൽ കേസിലാണെങ്കിൽ 11,395ന്റെയും 11,373ന്റെയും ഇടയിലുള്ള 22 പോയിന്റിന്റെ ഈ ഒരു സോണിൽ വെച്ചിട്ട് കൺസോൾട്ടേഷനിൽ പോകും. സോ ഇതാണ് ഇന്നത്തേക്കുള്ള എൻ്റെ വ്യൂ. ഞാൻ പ്രതീക്ഷിക്കുന്നത് മിഡ് ക്യാപ്പിലും മാർക്കറ്റ് മുകളിലോട്ടും മൂവ്മെൻറ്റ് കിട്ടും. അതേപോലെ ഒരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിംഗ് ആയിരിക്കും കിട്ടുക. അതിനുശേഷം മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരും. ഫ്രഷ് എൻട്രീസ് 11,290 വരെയുള്ള സോണിൽ എടുക്കാതെ അതിന് മുകളിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. 11,395, 373 സോണിൽ വെച്ച് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവും. അവിടെ നിന്ന് ഫർദർ അപ്പർ മൂവ് ഡൗൺ അത് അവിടെ വെച്ചാണ് തീരുമാനമാവുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ലെങ്ത് കൂടി പോകുന്നുണ്ട് എന്നുള്ളത്. ദയവായിട്ട് ക്ഷമിക്കുക. ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുമ്പോൾ സ്ക്രിപ്റ്റഡ് അല്ല, എന്താ പറയുക, മനസ്സിൽ നിന്ന് വരേണ്ട കാര്യമാണ്. ആ ഒരു ഫ്ലോയിൽ പോയാൽ മാത്രമേ ഒരു മെഷീൻ ലൈഫ് പോലെ അല്ലെങ്കിൽ മെഷീൻ ചെയ്യുന്നത് പോലെ നോർമലി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റബിൾ ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.